ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഒരു മകനാണ് ഇത്തരത്തിൽ എക്സ് മുസ്ലിം ആകുകയും പിന്നീട് നാസ്തികതയുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ മകനെ നിങ്ങളൊന്ന് അടുത്ത് വിളിക്കുക. എന്നിട്ട് ആ മകനോട് പറയുക, മോനെ, ഈ ഉപ്പാക്ക് മോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യത്തിന് മോൻ ഉപ്പാക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം മറുപടി നൽകേണ്ടത്. മോൻ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തായിരുന്ന സമയത്ത് ഒരു മുഹമ്മദ് നബിയെ പറ്റി കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ മകൻ മറുപടി പറയുക, ഉപ്പ, ഞാൻ കേട്ടിട്ടുണ്ട്. തുടർന്ന് പറയുക, ആ മുഹമ്മദ് നബി ഒരു സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മോൻ ഇന്നിപ്പോൾ ആ മുഹമ്മദ് നബി പറഞ്ഞത് കളവാണ് എന്നും മുഹമ്മദ് നബി കള്ളം പറയുകയായിരുന്നു എന്നും മുഹമ്മദ് നബി പറഞ്ഞത് തെറ്റാണ് എന്നും പറയാനുള്ള എന്ത് അറിവാണ്, എന്ത് ശാസ്ത്ര അറിവാണ്, എന്ത് യുക്തിപരമായ അറിവാണ് മോനെ നിന്റെ കയ്യിലുള്ളത് എന്ന് ആ മകനോടൊന്ന് ചോദിക്കുക. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സജീറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഷജീർ പുളിക്കൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമായിട്ട് ഇസ്ലാമിന് വേണ്ടി ഘോരം വാദിക്കുന്ന ഒരു നിഷ്കളങ്കനായിട്ടുള്ള വിശ്വാസിയാണ്. നിഷ്കളങ്കനായ വിശ്വാസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണെന്നും ഇതൊക്കെ ദൈവികമാണെന്നും ഇസ്ലാം മതത്തെ അംഗീകരിക്കാത്തവർ സത്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുകയും അവരൊക്കെ നരകത്തിൽ പോകുമല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു നിഷ്കളങ്കനായ വിശ്വാസിയാണ്. യഥാർത്ഥത്തിൽ മതത്തിന്റെ ചിന്തകൾക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടിട്ടുള്ള മതമാണ് ശരി എന്ന തെറ്റായ ധാരണയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ഏതാണ്ട് ഒരു 2 വർഷത്തിന് മുൻപ് ഇതുപോലെ ഞാൻ യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം എന്നെ വിളിക്കുകയും വളരെ സ്നേഹത്തോടെ വളരെ വൈകാരികമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ നിന്ന് ഒരു വിശ്വാസി, അവരുടെ വാക്കിൽ പറഞ്ഞാൽ ഒരു സഹോദരൻ, വിശ്വാസത്തിൽ നിന്നുള്ള ഒരു സഹോദരൻ അകന്നു പോകുന്നുള്ള വിഷമം അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയും വിശ്വാസമാണ് ശരി, ഞാൻ എന്തോ തെറ്റിദ്ധാരണയിലാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തോട് ഞാൻ വളരെ കൃത്യമായി എന്തുകൊണ്ട് ഇസ്ലാം ദൈവികമായ ഒരാശയമാണ് എന്ന ആ ഒരു അവകാശവാദത്തിന് അർഹമല്ല എന്നും, എന്താണ് ഇസ്ലാമിന്റെ പ്രശ്നമെന്നും, എന്തുകൊണ്ടാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നത് എന്നും, എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും മാനവിക വിരുദ്ധമാകുന്നത് എന്നും ഒക്കെ വളരെ വിശദമായി ചില തെളിവുകളുടെ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയും അവസാനം ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം എന്നോട് ഇനി സംസാരിച്ചു തന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിരാശപ്പെട്ട് എന്നോട് തുടർന്ന് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, എല്ലാം അറിഞ്ഞിട്ടും ഞാൻ അറിയാത്തതുപോലെ നടിക്കുകയാണ് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലോടുകൂടി അദ്ദേഹം രംഗം വിടുകയാണ് ചെയ്തത്. അപ്പൊ ആ ഓർമ്മയൊക്കെ എന്റെ മുന്നിലുള്ളത് കൊണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പലതരം ആളുകളുണ്ടല്ലോ, അപ്പൊ ആ അർത്ഥത്തിൽ വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തി ആണ് അദ്ദേഹം എന്ന എന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്ത് ഇപ്പൊ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ഞാൻ മറുപടി പറയുന്നത്. അദ്ദേഹം അതിനിടയിൽ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മുടെ വൈകാരികതയെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലൊക്കെ ചില ഇടപെടലുകൾ നടത്തിയതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളുടെ ബന്ധമാണെങ്കിൽ പോലും കുറച്ച് സംഭാഷണങ്ങളൊക്കെ നടത്തിയതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അതിനോട് അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള, എനിക്ക് ഏകദേശം ഒരു 10-12 പേര് അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ്, മുസ്ലിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ, 2 ഗുണം എന്നാണ് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ തമ്പനയിൽ തന്നെ. അപ്പൊ ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിമിനോട് ചോദിച്ചാൽ 2 ഗുണം കിട്ടും എന്ന് ഉറപ്പുള്ള അദ്ദേഹത്തിന് ആത്മവിശ്വാസമുള്ള ഒരു ചോദ്യം, ആ ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനോടുള്ള മറുപടി എന്ന രീതിയിലാണ്. അപ്പൊ ഇതിന് ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹം സാങ്കല്പികമായിട്ട് ഒരു പ്ലോട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു പരിശീലനം പോലെ, ഒരു തിരക്കഥ പോലെ അവതരിപ്പിക്കുന്ന ആ വീഡിയോയ്ക്ക് അതേ രീതിയിൽ തന്നെയുള്ള അതിനോടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ ഇതിനകത്ത് തമാശ വരാം, ഇതിനകത്ത് ചില ഭാവനാത്മകമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ വരാം. അതൊക്കെ ആ സെൻസിൽ മാത്രം ഷജീറും എടുക്കണം എന്നാണ് ഷജീറിനോട് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോവാം. എന്താണ് ആ ചോദ്യം? എന്താണ് ആ മാരകമായ ചോദ്യം? ഷജീർ വിചാരിക്കുന്നത് പോലെ 2 ഗുണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം ഇന്നുന്ന 2 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിമായ ഒരാളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാളോട് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ ചോദിക്കുന്ന വ്യക്തിയുടെ ഈമാൻ ദൃഢപ്പെടുകയും വർദ്ധിക്കുകയും വിശ്വാസം ശക്തിപ്പെടുകയും ചെയ്യും. അതല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കപ്പെടുന്ന എക്സ് മുസ്ലിമായ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയ ആൾക്ക് അയാൾ ശരിയായ രീതിയിൽ സത്യാന്വേഷിയാണെങ്കിൽ അയാൾക്ക് സത്യം ബോധ്യപ്പെടാൻ ഇടയാകും. അപ്പൊ 2 ഗുണമായാലും അതിന്റെ ഗുണം ഇസ്ലാമിനായിരിക്കും, ബെനിഫിറ്റ് ഇസ്ലാമിനായിരിക്കും എന്നതുകൊണ്ട് അത് അള്ളാഹുവിന്റെ അടുത്ത് പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയായിരിക്കും എന്ന ഉത്തമമായ വിശ്വാസത്തിലായിരിക്കാം ഷജീർ ആ കാര്യം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതിൽ ഷജീർ മനസ്സിലാവാതെ പോകുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഇത് കേട്ടോണ്ടിരിക്കുന്ന വേറെ കുറെ വിശ്വാസികളുടെയോ അതല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന തന്നെ വിശ്വാസിയുടെയോ ഈമാൻ പറന്നു പോകാൻ തക്ക മൂർച്ചയുള്ള ഒരു ചോദ്യമാണ് ഷജീർ എക്സ് മുസ്ലിമിനോട് ചോദിക്കണം എന്ന രീതിയിൽ ഉന്നയിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ചോദ്യം എന്താണ് എന്നൊന്ന് കേൾക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും എക്സ് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം ഒന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. ഇതുകൊണ്ട് 2 ഗുണമാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ ഒരുപക്ഷെ അത് കാരണമാകും. 2, നിങ്ങൾ ആ ചോദിക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് സത്യസന്ധത പുലർത്തുന്ന ഒരാളാണ് എങ്കിൽ, അദ്ദേഹം ഒരു സത്യാന്വേഷിയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തിന്റെ ഈ ഭാവനാത്മകമായിട്ടുള്ള ഈ ഒരു പ്ലോട്ട്, ആ പ്ലോട്ടിൽ
ഞാനും ഷജീറും ഏകദേശം ഒരേ അർഹതയുള്ള അല്ലെങ്കിൽ ഒരേ തരത്തിൽ ഒരേ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി പറയാമെന്ന് വിചാരിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആൾ ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഷജീറിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഷജീറിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഷജീറിന്റെ മനസ്സിലുള്ള ഈ ചോദ്യം ചോദിക്കാൻ ഷജീറിന്റെ വീട്ടിൽ ഒരു എക്സ് മുസ്ലിം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിലോ, എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ എന്റെ വീട്ടിലും ആരുമില്ല. ഞാനൊരു എക്സ് മുസ്ലിമാണ്. എന്നോട് ഈ ചോദ്യം ചോദിക്കത്തക്ക തരത്തിൽ ഷജീർ ഇനി അങ്ങോട്ട് എന്താ പറയുക, പ്രോംപ്റ്റ് ചെയ്യുന്ന തരത്തിൽ വളരെ സ്നേഹത്തോടെ, കരുണയോടെ, ആർദ്രമായ വാക്കുകളിൽ, ദൈന്യത കലർന്ന ശബ്ദത്തിൽ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം വളരെ ലളിതമായി വളരെ വിനയത്തോടെ ചോദിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിലില്ല. എന്നോട് ആരും അങ്ങനെ ചോദിക്കാൻ വരുന്നില്ല. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഷജീറിന് ഇത് ആരോടും ചോദിക്കാനില്ല, ഈ ഭാഗത്ത് എന്നോട് ഇതാരും ചോദിക്കാനില്ല. എന്നോട് ചോദ്യം ചോദിക്കാവുന്ന ഒരു വിശ്വാസി എൻ്റെ വീട്ടിലില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാനും ഷജീറും ഈ രണ്ട് റോൾ എടുക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഷജീർ ഇനി അവിടുന്ന് പറയാൻ പോകുന്ന കഥാപാത്ര നിർമ്മിതിയിൽ ഷജീർ വിശ്വാസിയായ പിതാവിൻ്റെയും ഞാൻ ഒരു അവിശ്വാസിയായ മകന്റെയും റോളിലേക്ക് പതിയെ കടക്കുകയാണ്. നിങ്ങൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യത വരാനും വ്യക്തത വരാനും പിന്നെ ഷജീർ പറയുന്നത് പോലെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഒരു മകനാണ് ഇത്തരത്തിൽ എക്സ് മുസ്ലിം ആകുകയും പിന്നീട് നാസ്തികതയുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ മകനെ നിങ്ങളൊന്ന് അടുത്ത് വിളിക്കുക. നേരത്തെ പറഞ്ഞു, ഷജീറിന്റെ വീട്ടിൽ ഇത് ചോദിക്കാൻ മകനും ഇല്ല, എൻ്റെ വീട്ടിൽ ഇത് ചോദിക്കാൻ എൻ്റെ വാപ്പയോ അല്ലെങ്കിൽ വാപ്പയ്ക്ക് തുല്യരായിട്ടുള്ള സഹോദരങ്ങളൊന്നും എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ വരത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു എക്സ് മുസ്ലിമായ മകനും ഷജീർ മുസ്ലിമായ പിതാവും, ഇങ്ങനെയാണ് നമ്മൾ ഈ പ്ലോട്ട് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഷജീർ ഇതിനകത്ത് ചേർത്ത് വെക്കുന്ന ഷജീറിന്റെ ഒരുപാട് കാലത്തെ അനുഭവത്തിൽ നിന്ന് ഷജീറും ഞാനും തമ്മിലുള്ള സംസാരത്തിൽ തന്നെ ഷജീർ എത്തിപ്പെട്ടിട്ടുള്ള ചില കുരുക്കുകൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെ വളരെ കൃത്യമായിട്ട് ഷജീർ പറയുന്നത്, എക്സ് മുസ്ലിം ആവുകയും പിന്നീട് എത്തീസത്തിലേക്കൊക്കെ പോവുകയും എത്തീസ്റ്റ് ആണ് എന്ന് പറയുകയും ചെയ്യുന്ന ഘട്ടത്തിലെത്തുന്ന മകനോട് മാത്രമേ ഷജീറിന്റെ ഈ ചോദ്യം പ്രസക്തമാവൂ എന്ന് ഷജീർ ആമുഖമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിലുള്ള സംശയങ്ങളോ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള ചോദ്യങ്ങളോ ദൈവികമായ ഒരു ശക്തിയെ നിരാകരിക്കാതെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തുകയോ ചെയ്ത ആൾക്ക് ഈ ചോദ്യം ബാധകമല്ല എന്ന് സാരം. അങ്ങനെ ചോദിച്ചാൽ കാര്യമില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വളരെ കൃത്യമായിട്ട് എക്സ് മുസ്ലിം ആയാൽ മാത്രം പോരാ, എത്തീസ്റ്റ് ആണ് എന്ന് നിലപാടെടുത്തിട്ടുള്ള എത്തീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും ജസ്റ്റ് വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി, മുർത്തദാവാനുള്ള ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി, അവർക്ക് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലും അള്ളാഹു എന്ന ദൈവത്തിലും ഖുർആൻ എന്ന ഗ്രന്ഥത്തിലും മുഹമ്മദ് എന്ന പ്രവാചകനിലും സംശയം തോന്നി തുടങ്ങുന്ന ഘട്ടത്തിലാണ് നിങ്ങളുടെ മക്കൾ നിൽക്കുന്നതെങ്കിൽ ഈ ചോദ്യം അവിടെ പ്രസക്തമല്ല. അങ്ങനെ ഒരു പ്രശ്നം ഷജീറിന്റെ ഈ ചോദ്യത്തിന് ഈ ഒരു ഫ്രെയിം ചെയ്യുന്നതിനകത്ത് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം ഷജീർ ഉദ്ദേശിക്കുന്ന അത്രയും അളവിൽ മൂപ്പെത്തിയിട്ടുള്ള ഒരു മകനല്ല, അത്രയും ഒരു ബ്ലഡി എത്തിസ്റ്റ് നിലയിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളത് കൊണ്ട് ഷജീർ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്കിലും ഞാൻ ഒരു നിരീശ്വര ചിന്ത അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ നിൽക്കാത്ത ഒരാൾ എന്ന രീതിയിൽ തന്നെ ഇതിനോട് മറുപടി പറയാൻ ശ്രമിക്കാം. എന്നിട്ട് ആ മകനോട് പറയുക, മോനെ ഈ ഉപ്പാക്ക് മോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യത്തിന് മോൻ ഉപ്പാക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം മറുപടി നൽകേണ്ടത്. സന്ദേശം സിനിമയിൽ ശങ്കരാടിയോട് ചോദിക്കുന്നത് പോലെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്നാൽ എന്താണ് എന്ന് ചോദിക്കുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയുക, മോനെ ഈ ഉപ്പാക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം മോൻ മറുപടി നൽകേണ്ടത് എന്ന് ആമുഖമായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം ഈ ചോദ്യം ചോദിക്കേണ്ടത്. അതെ, കാരണം അതല്ലെങ്കിൽ ഇതിന് ഫലമില്ലാതായി പോകും, ഈ ചോദ്യത്തിന് ഫലമില്ലാതായി പോകും. മാത്രമല്ല ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്തു വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഉത്തരം മുട്ടി എന്ന് തോന്നുന്ന നേരത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് കൈ കഴുകാനും കഴിയും. ഇപ്പോൾ വാപ്പ മകനോട് ചോദിക്കുന്നു, മകൻ അതിന് ഉത്തരം പറഞ്ഞു കൊടുത്താൽ വാപ്പാക്ക് എനിക്ക് ഈ മനസ്സിലാവുന്ന ഭാഷയിൽ പറ, ഈ മനസ്സിലാവുന്ന കോലത്തിൽ പറ, മനസ്സിലായില്ല കമ്പിളിപ്പൊതുപ്പ് എന്നൊരു സാധ്യത ഈ ചോദ്യത്തിൽ. ഷജീർ വളരെ മികച്ച ഒരു തന്ത്രശാലിയായിട്ടുള്ള വിശ്വാസിയാണ് എന്നാണ് ഞാനതൊരു അപ്രീസിയേഷൻ അതിൽ തരികയാണ്. മുന്നോട്ട് പോകാം. ആ മകനോട് പറയുക, മോനെ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ 2023 20ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്നിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കളഞ്ഞില്ലേ കഞ്ഞിക്കലം. അപ്പൊ തന്നെ ഈ മകൻ എന്ത് പറയും, പൊന്നാര വാപ്പ എങ്ങളോട് വർത്താനം പറയാൻ നമ്മളില്ല എന്ന് പറയും. 2023 ജീവിക്കുന്നത്, നമ്മൾ 20ാം നൂറ്റാണ്ടിലല്ലേ എന്ന് ചോദിച്ചാൽ തന്നെ ഈ വാപ്പാക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ മകൻ എങ്ങനെ മറുപടി പറയും എന്ന് നിങ്ങൾ ആലോചിക്കും. അദ്ദേഹത്തിന് ഒരു വാക്കുവഴയായിരിക്കാം, നാക്കുവഴയായിരിക്കാം എന്നതുകൊണ്ട് അതിനെ ആ തമാശയിൽ മാറ്റിവെച്ച് നമ്മുടെ ചോദ്യത്തിന്റെ മർമ്മത്തിലേക്ക് പോവുകയാണ്. ഇത് 21ാം നൂറ്റാണ്ടാണ് എന്ന് ഷജീറിനെ ഓർമ്മിപ്പിച്ചതാണ്. മോൻ ജനിച്ചത് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ്, മോൻ വളർന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിലാണ്, മുസ്ലിങ്ങൾക്കിടയിലാണ് വളർന്നത്. അല്പം മുമ്പ് വരെ മോൻ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ മോൻ ഈ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എക്സ് മുസ്ലിം എന്ന വാല് സ്വീകരിക്കുകയും ഇന്നിപ്പോൾ നാസ്തികതയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണല്ലോ മോൻ ചെയ്യുന്നത്. ഇവിടെ ഷജീറിന് എക്സ് മുസ്ലിം എന്ന വാല് സ്വീകരിച്ച പോരാ, നാസ്തികത എന്ന ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിരിക്കുകയാണല്ലോ മോൻ എന്നാണ്. ഞാൻ അങ്ങനെ ഒരു നാസ്തികത എന്ന ചിന്തയിലേക്ക് അല്ലെങ്കിൽ ദൈവമില്ല എന്ന് സ്ഥാപിച്ചേ അടങ്ങൂ അങ്ങനെ ഒരു വാശിയൊന്നുള്ള ആളല്ല വ്യക്തിപരമായിട്ട് ഞാൻ. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഷജീർ ഭായി. അതേസമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, ഖുർആൻ, മുഹമ്മദിന്റെ പ്രവാചകത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരാളാണ്.
ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ആ ഒരു റോളിൽ നിന്നിട്ടൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ അള്ളാഹുവിനെ നിരാകരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിരാകരിച്ചു എന്നാണ്. ദൈവത്തെ നിരാകരിക്കലാണ്, ദൈവവിശ്വാസം ഇല്ലാതിരിക്കലാണ് നാസ്തികതയെങ്കിൽ ഞാൻ നാസ്തികനായിരിക്കാം. പക്ഷെ നാസ്തികത എന്നതിന് വേറെ ഒരു അർത്ഥമുണ്ട്. ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാൻ നടക്കുന്നവർ, അങ്ങനെ സ്ഥാപിക്കാൻ നടക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് ചിന്തിക്കാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ പറയുന്ന എക്സ് മുസ്ലിം ആയാൽ പോരാ, അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ പോരാ, നാസ്തികനായ ഒരു കുട്ടി ഉണ്ടായാൽ മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ എന്നായിക്കഴിഞ്ഞാൽ വാപ്പമാര് കുറച്ച് ബുദ്ധിമുട്ടും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ചോദ്യത്തിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. മോൻ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തായിരുന്ന സമയത്ത് ഒരു മുഹമ്മദ് നബിയെ പറ്റി കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ മകൻ മറുപടി പറയുക, ഉപ്പ ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. വിശ്വാസിയായിരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സുന്ദരനായ മുഹമ്മദ് നബിയെക്കുറിച്ച്, വെളുത്തു തുടുത്ത, വെളുപ്പിൽ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള തിളങ്ങുന്ന ശരീരത്തോടു കൂടിയ അതിസുന്ദരനായ ഒരു മുഹമ്മദ് നബിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബിയുടെ ഗുണഗണങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബിയുടെ ജനനത്തിന്റെ സമയത്ത് നടന്ന അത്ഭുതങ്ങൾ, ജനനത്തിന് ശേഷം 6 വയസ്സുള്ള സമയത്ത് മുഹമ്മദിന്റെ നെഞ്ച് പിളർന്ന് ഹൃദയം കഴുകി ശുദ്ധിയാക്കി അതിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് നിഷ്കളങ്കമായ ഒരു ബാലനായി വളർന്നു വന്ന മുഹമ്മദിന്റെ, അൽ അമീനായ വളർന്ന മുഹമ്മദിന്റെ, പിന്നീട് സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരനായി മാറിയ മുഹമ്മദിന്റെ, ഖദീജയെ 25 വയസ്സുള്ള പ്രായത്ത് 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ച് മാതൃകയായ മുഹമ്മദിന്റെ, ഇങ്ങനെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. ആ കഥകൾക്കപ്പുറത്തേക്ക് സ്നേഹനിധിയായ പ്രവാചകൻ, കാരുണ്യക്കടലായ പ്രവാചകൻ, അങ്ങനെ തുടങ്ങി ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലിട്ട ശത്രുവിനോട് പുഞ്ചിരിച്ച് ക്ഷമിച്ച പ്രവാചകൻ, എങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ നബിദിനം ആഘോഷിക്കുന്ന തരത്തിലുള്ള വിശ്വാസമായിരുന്നു, സുന്നി ആശയധാരയിലായിരുന്നു. അതുകൊണ്ട് നബിദിനമൊക്കെ ആവുന്ന സമയത്ത് മദ്ഹ് പാടാനും, നബിദിന റാലിയിൽ മുദ്രാവാക്യം വിളിക്കാനും, വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ മീലാദിൽ പാടിപ്പറയാനും ഒക്കെ ആയിട്ട് മുഹമ്മദ് നബിയുടെ ഇഷ്ടംപോലെ നല്ല നല്ല ചരിത്രങ്ങൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയെ തീർച്ചയായിട്ടും പരിചയമുണ്ട്. എന്താണ് വാപ്പ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? നിങ്ങൾ കാര്യത്തിലേക്ക് വരി. തുടർന്ന് പറയുക, ആ മുഹമ്മദ് നബി ഒരു സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അഥവാ ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, ഈ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ, ഈ കാണുന്ന ഗ്രഹങ്ങൾ, ഈ കാണുന്ന സർവ്വ ജീവചരാചരങ്ങൾ, ഇതിന്റെ എല്ലാത്തിന്റെയും പിറകിൽ ഒരു ആസൂത്രികനും ഒരു നിയന്താവും ഒക്കെ ഉണ്ട് എന്ന് ആ മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മോനിക്ക് ലഭിച്ച എന്ത് ശാസ്ത്ര അറിവിന്റെ, എന്ത് യുക്തിപരമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മോൻ ഇന്നിപ്പോൾ ആ മുഹമ്മദ് നബി പറഞ്ഞത് കളവാണ് എന്നും, മുഹമ്മദ് നബി കള്ളം പറയുകയായിരുന്നു എന്നും, മുഹമ്മദ് നബി പറഞ്ഞത് തെറ്റാണ് എന്നും പറയാനുള്ള എന്ത് അറിവാണ്, എന്ത് ശാസ്ത്ര അറിവാണ്, എന്ത് യുക്തിപരമായ അറിവാണ് മോനെ നിന്റെ കയ്യിലുള്ളത് എന്ന് ആ മകനോടൊന്ന് ചോദിക്കുക. ശരി പാപ്പ, അപ്പൊ ആ ചോദ്യം നമ്മൾ എടുക്കണം. അതിന്റെ മുമ്പ് നിങ്ങൾ ചോദിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി കൂടി പറയാണ്ട്. മുഹമ്മദ് നബി നമുക്ക് പറഞ്ഞു തന്ന പ്രപഞ്ച സൃഷ്ടാവായ, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഒരു അദൃശ്യമായ ശക്തിയായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് മുഹമ്മദ് നബിയെക്കുറിച്ച് വിശ്വാസിയായിരിക്കുക നമ്മളെ പഠിപ്പിച്ച നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു മുഹമ്മദിനെ പിന്നീടുള്ള അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വിശ്വാസത്തിലേക്ക് പോവാം, അള്ളാഹിന്റെ അടുത്തേക്ക് പോവാം. ആദ്യം മുഹമ്മദിന്റെ കാര്യത്തിൽ തീരുമാനമാവുക. കാരണം മുഹമ്മദാണല്ലോ ഇത് പറഞ്ഞു തരുന്നത്. മുഹമ്മദ് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിനെ കുറിച്ചാണല്ലോ ചോദ്യം. മുഹമ്മദ് പഠിപ്പിച്ചു തന്ന പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചല്ലേ ചോദ്യം. അതിനു മുൻപ് നമ്മളെ പഠിപ്പിച്ച മുഹമ്മദിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ ക്ഷമാശീലനായ, സൗമ്യനായ, ദയാപരനായ, അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദിനപ്പുറത്തേക്ക് തികഞ്ഞ വർഗീയത പേറുന്ന അക്രമവും ക്രൂരതയും പ്രതികാരദാഹവും കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പടത്തലവന്റെ, ഒരു കൊള്ള സംഘത്തിന്റെ നേതാവിന്റെ, ഒരു രാഷ്ട്രത്തലവന്റെ, ഒരു ഗോത്ര നേതാവിന്റെ എല്ലാ രൗദ്രഭാവങ്ങളുള്ള ഒരു മുഹമ്മദിനെ പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ, ഖുർആനിന്റെ തഫ്സീറുകളിൽ, അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ, മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങളിൽ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏതുപോലെ ഈ പറയപ്പെടുന്ന നമ്മൾ ചെറിയ പ്രായത്തിൽ മുഹമ്മദിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന ചീഞ്ഞ ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലിട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷമിച്ചു എന്ന് നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ മറ്റൊരു ചരിത്രം ബദറിന്റെ ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉഖബ ഇബ്നു അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന ആ വ്യക്തിയെ ബദറിൽ ബന്ദിയാക്കി പിടിച്ച സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് പ്രവർത്തിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന മുഹമ്മദ് നബി ബന്ദികളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതിന് മുൻപ് 2 പേരെ ആ കൂട്ടത്തിൽ നിന്ന്, ബന്ദികളുടെ കൂട്ടത്തിൽ നിന്ന് കൊലപ്പെടുത്തുന്നുണ്ട്. ആ കൊലപ്പെടുത്തുന്ന രംഗം മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങളിലുണ്ട്, ഹദീസുകളിലും ഹദീസിന്റെ വിശദീകരണങ്ങളിലും വിശദമായി കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ കാരണം ആരോപിച്ചുകൊണ്ട് മുഹമ്മദ് ഉഖബ ഇബ്നു അബീ മുഅയ്ത്തിനെ തലവെട്ടിക്കളയുന്നു, കൊല്ലാൻ ഉത്തരവിടുന്നു. കാരണമായിട്ട് പറഞ്ഞത് ഇതാണ് എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞു തന്ന, നമ്മൾ വിശ്വാസിയായിരിക്കെ കേട്ട മുഹമ്മദിന്റെ മറ്റൊരു മുഖം, പ്രതികാരദാഹിയായ ഒരു മുഹമ്മദിന്റെ മുഖം നമ്മളവിടെ കാണുന്നു, ക്രൂരനായ മുഹമ്മദിന്റെ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഉഖബ ഇബ്നു അബീ മുഅയ്ത്തിനെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് കൽപ്പനയിട്ടപ്പോ ഉഖബ ചോദിക്കുന്നുണ്ട് മുഹമ്മദിനോട്, മുഹമ്മദേ, എന്റെ മക്കൾക്കാരാ ഉള്ളത്?
അപ്പൊ മുഹമ്മദ് പറയുന്നത് നരകമാണുള്ളത് എന്നാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഈ മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു മുഹമ്മദാണ് നിങ്ങൾക്ക് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ പഠിപ്പിച്ചു തരുന്നത്. ഇനി അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മുഹമ്മദ് നിരവധി ആളുകളെ വിമർശിച്ചതിന്റെ പേരിൽ തലവേദനയാവുന്നു, ആശയപ്രചാരണത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നതിന്റെ പേരിൽ, മുഹമ്മദിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് തടസ്സമായി നിൽക്കുന്നു എന്നതിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നതിന്റെ പേരിൽ കൊല്ലാൻ ഉത്തരവിട്ട നീണ്ട നിര ആളുകളുടേതുണ്ട്. കേവലം വിമർശനത്തിന്റെ പേരിൽ ആക്ഷേപിച്ചു എന്നും ചീത്ത വിളിച്ചു എന്നും ഒക്കെയുള്ള കുറ്റം ചുമത്തി ആളുകളെ കൊല്ലാൻ ഉത്തരവിടുന്ന മുഹമ്മദിന്റെ ക്രൂരമായ മുഹമ്മദിന്റെ ചിത്രം, ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ ആക്രമിക്കുന്ന കൊള്ളത്തലവനായ മുഹമ്മദിന്റെ ചിത്രം, കച്ചവട സംഘങ്ങളെ പതിയിരുന്ന് ആക്രമിക്കാൻ സംഘങ്ങളെ പിന്നെയും പിന്നെയും ചട്ടം കെട്ടുന്ന കച്ചവട സംഘങ്ങളുടെ യാത്രകൾ കൃത്യമായി മണത്തറിയാൻ ചാരന്മാരെ നിയോഗിച്ച് ആ സംഘങ്ങളെ കൊള്ള ചെയ്യാനും ആ കൊള്ള മുതലിൽ പങ്കുപറ്റാനും ബാക്കിയുള്ള കൊള്ള മുതലും ആക്രമിച്ചെടുക്കുന്നതിലെ സ്ത്രീകളെയും യോദ്ധാക്കൾക്കിടയിൽ വിതരണം ചെയ്യാനും അങ്ങനെ ആളുകളെ അക്രമത്തിനും കൊള്ളയ്ക്കും മുഹമ്മദിന്റെ താല്പര്യത്തിനും അനുസരിച്ച് അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു കൊള്ളത്തലവന്റെ, ഒരു ഗോത്ര നേതാവിന്റെ ചിത്രം നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് കിട്ടും. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ മുഹമ്മദാണ് നമ്മളോട് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ പാപ്പാന്റെ ചോദ്യത്തിലേക്ക് വരാം. ആ മുഹമ്മദാണ് നമ്മളോട് പറയുന്നത്. നേരത്തെ പറഞ്ഞ മുഹമ്മദ് അല്ല നമ്മളോട് പറയുന്നത് എന്ത്? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവ് ഞാൻ പറയുന്ന അള്ളയാണ് എന്നും. ഇനി മുഹമ്മദ് പുതുതായിട്ട് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തിയതാണോ? അത് അല്ല. ഈ പ്രപഞ്ചത്തിനും ഈ കണ്ണിൽ കാണുന്നതിനും കാണാത്തതുമായിട്ടുള്ള പ്രപഞ്ചത്തിനും ഒക്കെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്നും ഒരു ദൈവമുണ്ടെന്നും പല പേരുകളിൽ ആ ദൈവത്തിനെ പലർ പല കാലങ്ങളായിട്ട് വിളിച്ചു പോരുന്നതുമാണ്. അത് മുഹമ്മദ് പുതുതായിട്ട് കൊണ്ടുവന്ന അറിവല്ല. മുഹമ്മദ് ജനിച്ചു വളർന്ന നാട്ടിൽ, മുഹമ്മദിന്റെ ഗോത്രത്തിൽ, കുടുംബത്തിൽ അവർ ദൈവമെന്ന് വിചാരിച്ച് വിളിച്ചിരുന്ന നിരവധി ദൈവങ്ങളുടെ അതിലൊരു ദൈവത്തിന്റെ പേരാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ മുഹമ്മദിന്റെ ഒരു സ്വകാര്യ ദൈവമാക്കി മാറ്റുകയും ആ അള്ളാഹുവിന്റെ പ്രവാചകനാണ് താന് എന്ന് സ്വയം അവകാശപ്പെടുകയും യാതൊരു തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ, എന്നിട്ടാണ് ആ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മുഹമ്മദ് പറഞ്ഞു തന്ന ദൈവത്തെ നിരാകരിക്കാൻ ശാസ്ത്രീയമായിട്ടുള്ള എന്ത് തെളിവാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി ഒരു തെളിവും ആവശ്യമില്ല. കാരണം മുഹമ്മദിന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള അവകാശവാദം മുഹമ്മദ് പ്രവാചകനാണ് എന്നതിന് തെളിവ് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. മുഹമ്മദ് പറയുന്ന ദൈവമായ അള്ളാഹുവാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നതിന്, വേറെ അതിനു മുമ്പ് പറയപ്പെട്ട യാഹുവെ അല്ല എന്നതിന് ഒരു തെളിവില്ല. ബ്രഹ്മാവല്ല എന്നതിന് ഒരു തെളിവില്ല. അപ്പൊ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും മുഹമ്മദ് പറയുന്ന അള്ളാഹു എന്ന ദൈവത്തെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മുഹമ്മദ് അതിന് തക്ക തെളിവ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, മുഹമ്മദ് എന്ത് ഉദ്ദേശത്തിനാണ് ഈ ദൈവത്തെ ഉപയോഗപ്പെടുത്തിയത് എന്നും മുഹമ്മദ് ഈ ദൈവത്തെ മുൻനിർത്തിയിട്ട് ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്താണ് എന്നും വിലയിരുത്തുന്ന ആർക്കും മുഹമ്മദ് തൻ്റെ സ്വകാര്യമായ താല്പര്യങ്ങൾക്ക്, രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക്, സാമ്പത്തികവും വ്യക്തിപരവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ അണികളെ പറ്റിക്കാനും തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും തൻ്റെ കൂടെ നിൽക്കുന്നവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും അദൃശ്യനായ ഒരു ദൈവത്തിൻ്റെ ആളാണ് താൻ എന്ന് സ്വയം അവരോധിക്കുകയും ആ ദൈവത്തെ പറഞ്ഞ് മുഹമ്മദിന് വേണ്ട കാര്യങ്ങൾ സ്വന്തം പ്രദേശത്ത് നടപ്പിലാക്കുകയും അതിനെ ആരും എതിർക്കാതിരിക്കുകയും ചെയ്യുക എന്നതിനു വേണ്ടി പ്രയോഗിച്ച സൂത്രം എന്നതിനപ്പുറത്തേക്ക് ഒന്നും മുഹമ്മദ് ദൈവമായിട്ട് അവതരിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ മുഹമ്മദ് ആകെ ചെയ്തത് എന്താണ്? ശാസ്ത്രീയമായിട്ടും യുക്തിപരമായിട്ടും തന്നെ നമുക്കതിൽ പിന്നെ മുഹമ്മദ് പറയുന്ന ദൈവത്തെ, അള്ളാഹു എന്ന ദൈവത്തെ നമുക്ക് നിരാകരിക്കാം. അതിലേക്ക് നമ്മൾ വരാം. ഇത്രയും ഭാഗം വാപ്പാക്ക് ക്ലിയർ ആണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ മകൻ ഒരു പക്ഷെ ഉത്തരം പറയുക, ഉപ്പാദാ കണ്ടില്ലേ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ ഇടപെടുന്നു, യുദ്ധരംഗത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സിഫത്തുകളെ പറ്റിയിട്ടായിരിക്കും ആ മകൻ നിങ്ങളോട് തിരിച്ചു മറുപടി നൽകുക. അഥവാ ആ പറയുന്ന മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്ന ആ ഒരു സൃഷ്ടാവിന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളോട് മറുപടി പറയുക. ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇത് എന്ത് കൊണ്ടുവരുന്നു എന്നതിനേക്കാളും ആര് കൊണ്ടുവരുന്നു എന്നുള്ളത് നോക്കും. മുഹമ്മദ് എന്തു പറയുന്നു എന്നതിനേക്കാൾ എന്തിനു വേണ്ടി പറഞ്ഞു എന്നത് നമ്മൾ പരിശോധിക്കും. ഇസ്ലാമിൽ തന്നെയുള്ള ഒരു വാദം നമുക്ക് അതിനു വേണ്ടി എടുത്താൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് നമ്മൾ എടുക്കുക. മുഹമ്മദിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി മുഹമ്മദ് സ്വീകരിച്ച മാർഗം എന്തായിരുന്നു? വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. മക്ക എന്ന പ്രദേശത്തെ കഅബാലയം എന്ന് പറയുന്ന അവിടുത്തെ ഒരു ആരാധനാലയത്തെ കീഴ്പ്പെടുത്തി ആ കഅബാലയത്തിന്റെ അധിപൻ ആയ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് താൻ എന്ന് വരുത്തി ആ കഅബയ്ക്കും അതിനു ചുറ്റുമുള്ള പ്രദേശത്തുള്ള ജനങ്ങളുടെ മേലുള്ള അധികാരം സ്ഥാപിക്കലായിരുന്നു. ആ പ്രദേശത്തിന്റെ അധികാരമായിരുന്നു മുഹമ്മദിന്റെ ലക്ഷ്യം. അത് വളരെ പ്രകടമാണ്. അതിനുവേണ്ടി മുഹമ്മദ് ആ പ്രദേശത്തെ ആ ദേവാലയത്തിലെ അതിനു ചുറ്റുമുള്ള മനുഷ്യർ ദൈവം എന്ന് വിളിച്ചിരുന്ന അള്ളാഹുവിനെ കൂട്ടുപിടിക്കുന്നു. ആ അള്ളാഹുവിന്റെ പ്രവാചകനാണ് താൻ എന്ന് സ്വയം അവരോധിക്കുന്നു. ഞാൻ ഷജീർ എന്ന് പറയുന്ന ഇപ്പൊ ഈ ചോദ്യകർത്താവായി മുന്നിൽ നിൽക്കുന്ന വാപ്പാനോട് ചോദിക്കുന്നത്, മുഹമ്മദ് നബി അള്ളാഹു ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം എന്ന് ഒരു വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിക്കാം. അന്നത്തെ അറബ് നാട്ടിലുള്ള ആളുകളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു ആണ് സൃഷ്ടാവ്.
ആ സൃഷ്ടാവായ അള്ളാഹുവാണ് മുഹമ്മദിന് പ്രവാചകത്വം കൊടുത്ത് പറഞ്ഞയച്ചത് എന്നത് അള്ളാഹുവിനെ ദൈവമായി കണ്ട് വിശ്വസിച്ചിരുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുഹമ്മദിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതല്ലേ കാര്യം. മക്കയിലുള്ള ഖുറൈശികൾ മുഴുവൻ കാലാകാലങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിക്കാനാണ്. മുഹമ്മദ് പ്രവാചകനായിരിക്കാനുള്ള വല്ല വിദൂര സാധ്യതകളുമുണ്ടോ എന്നുപോലും ഇവർ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉഖബ ഇബ്നു അബീ മുഅയ്ത്തിനെ മുഹമ്മദ് കൊലപ്പെടുത്താനുള്ള ഒരു നിഗൂഢമായ കാരണം അത്തരത്തിൽ ഒരു സംഭവമാണ്. നളർ ഇബ്നു ഹാരിസും ഉഖബ ഇബ്നു അബീ മുഅയ്ത്തിനെയുമാണ് ബദറിൽ ബന്ദികളാക്കിയവരിൽ ആദ്യം കൊലപ്പെടുത്തുന്നത്. ഇവർക്ക് ഈ പറയപ്പെടുന്ന നളർ ഇബ്നു ഹാരിസിന് മുഹമ്മദിന് എതിരായിട്ട് കവിത എഴുതിയെന്നോ സംഗീത സദസ്സ് സംഘടിപ്പിച്ചു എന്നൊക്കെ ആരോപിക്കുന്നു. ഉഖബ ഇബ്നു അബീ മുഅയ്ത്ത് ഒട്ടകത്തിന് കുടൽമാല ഇട്ടതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാളും രഹസ്യമായിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എന്താണത്? മുഹമ്മദ് ഏതെങ്കിലും തരത്തിൽ പ്രവാചകനാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആരായാൻ വേണ്ടി മക്കയിലുള്ള ആളുകൾ ജൂതന്മാരുടെ അടുത്തേക്ക്, മദീനയിലുള്ള ജൂതന്മാരുടെ അടുത്തേക്ക് പ്രതിനിധികളെ പറഞ്ഞയക്കുന്നു. ആ രണ്ടു പേരാണ് ഈ ഉഖബയും അതേപോലെ തന്നെ നളർ ഇബ്നു ഹാരിസും. അങ്ങനെ ചെന്നിട്ട് മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണോ എന്ന് പരിശോധിക്കാനുള്ള ഉറപ്പുവരുത്താനുള്ള എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം എന്ന് യഹൂദികളോട് പറയുമ്പോൾ യഹൂദികൾ പറഞ്ഞു വിടുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഭീകരമായ തമാശയായിട്ട് അക്ബറിനെ പോലെയുള്ള ആളുകൾ ഇന്നും ഉരുണ്ടുമറിയുന്ന അവസ്ഥയിൽ മുഹമ്മദ് അന്ന് പറഞ്ഞ ഉത്തരം കിട്ടാതെ കറങ്ങി നടന്നത്, ഉത്തരം കിട്ടാതെ ബുദ്ധിമുട്ടിയത്, എന്നിട്ട് അതൊക്കെ അള്ളാഹ്ക്കാണ് ശരിക്കും അറിയുന്നത്, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് തർക്കിക്കാൻ പോകരുത് എന്ന് വരെ ആയത്തിറക്കുന്ന സംഭവങ്ങൾ വരെയുണ്ട്. അപ്പൊ ദൈവത്തിൽ നിന്നാണ് മുഹമ്മദ് വന്നിട്ടുള്ളതെങ്കിൽ, ദൈവത്തിന്റെ വഹി മുഹമ്മദ് ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ എന്ന രീതിയിൽ 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ ജൂതന്മാര് ചട്ടം കെട്ടിയ ആളുകളായിരുന്നു ഈ 2 പേർ എന്ന് സാരം. അപ്പൊ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് ഒരു തെളിവില്ല. മുഹമ്മദ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദിന്റെ ഉദ്ദേശം കേവലം രാഷ്ട്രീയമായിരുന്നു. അതിനുവേണ്ടി മുഹമ്മദ് ഉപയോഗിച്ച ഒരു ആയുധം മാത്രമാണ് അള്ളാഹു എന്ന് പറയുന്ന ദൈവം. ആളുകളെ അടക്കി നിർത്താൻ, ആളുകളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ, വിശ്വാസമെന്നും മുനാഫിക്കെന്നും അവിശ്വാസമെന്നും, വിശ്വാസിയുടെ സ്വർഗവും അവിശ്വാസിയുടെ നരകവും, അനുസരിക്കുന്നവന് സ്വർഗവും അനുസരിക്കാത്തവന് നരകവും, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കലും അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി സമ്പത്ത് ചെലവഴിക്കലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വന്തം ജീവനക്കാർ ഏറെ സ്നേഹിക്കലും ഒക്കെ നിബന്ധനയാക്കി വെച്ചുകൊണ്ട് മുഹമ്മദ് ഒരു ജനതയെ വിഡ്ഢികളാക്കി മുഹമ്മദിന്റെ താല്പര്യം നേടിയെടുക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ ഉദ്ദേശത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഈ മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹു. അപ്പൊ അതുകൊണ്ട് ഇവിടെ വാപ്പ മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധി എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, കാരുണ്യവാനായ അള്ളയാണെങ്കിൽ അങ്ങനെ ആയത്തിറക്കുവോ ഇങ്ങനെ ആയത്തിറക്കുവോ, സ്ത്രീകളോട് ക്രൂരത ചെയ്തില്ലേ, ശത്രുക്കളെ കൊല്ലാൻ ഉത്തരവിട്ടില്ലേ, കാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞില്ലേ, ഇത്തരം ആയത്തുകളൊക്കെ ഖുർആനിലുണ്ടല്ലോ, അടിമത്തം ഖുർആനിലുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം നമ്മൾ മുഹമ്മദ് നബി പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം. മുഹമ്മദിന്റെ ചെയ്തികൾ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ, ഇസ്ലാം മനുഷ്യരെ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും നീചമായ രീതിയിൽ വേർതിരിവുണ്ടാകുന്നതിന് അത്തരം ഇസ്ലാമിന്റെ സാമൂഹ്യ നിയമങ്ങളും രാഷ്ട്രീയ നിയമങ്ങളും ഒന്നും നമ്മളിപ്പോൾ ചർച്ചക്കെടുക്കണ്ട. നമുക്ക് പ്രപഞ്ച സൃഷ്ടാവ്, ഇതിന്റെ പിന്നിലെ ശക്തി, ഇതിന്റെ പിന്നിലുള്ള ഡിസൈനർ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാം എന്നാണ് വാപ്പാന്റെ ആവശ്യം. അപ്പോൾ നിങ്ങൾ ആ മകനോട് പറയുക, മോനെ, നമുക്ക് ഈ പറയുന്ന മുഹമ്മദ് നബി പഠിപ്പിച്ചിരുന്ന ആ ഒരു സൃഷ്ടാവിന്റെ സിഫത്തുകളുണ്ടല്ലോ, ഗുണഗണങ്ങൾ, അതിനെപ്പറ്റി നമുക്ക് അടുത്തത് ചർച്ച ചെയ്യാം മോനെ, ഉടനെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനുണ്ട് എന്നും ഈ പ്രപഞ്ചം തനിയെ ഇങ്ങനെ ഉണ്ടായതല്ല എന്നും ഈ പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു ആസൂത്രികനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ പറ്റിയിട്ടാണ് മോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു അസ്തിത്വം ഇല്ല എന്ന് പറയാൻ മാത്രം എന്ത് യുക്തിപരമായ അറിവാണ് മോനെ നിന്റെ കയ്യിലുള്ളത്? 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇനിയും അദ്ദേഹം ചോദിക്കുന്ന വാപ്പാക്ക് മനസ്സിലാവണ പോലത്തെ പറഞ്ഞു കൊടുക്കണമല്ലോ. അതിന് മുമ്പ് അതിലേക്ക് വരാം. അതിന് മുമ്പ് പറയാനുള്ളത്, ഇങ്ങനെ ഒരു മുഹമ്മദ് പഠിപ്പിച്ചെന്ന ഒരു ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ അസ്തിത്വം സ്ഥാപിക്കാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം. കാരണം ദൈവം പ്രപഞ്ചത്തിനും ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ഒരു ശക്തി, ആകാശത്തിൽ നിന്ന് മഴ വർഷിച്ചു തരുന്ന, വിത്തുകൾ മുളപ്പിക്കുന്ന, ഇടി, മഴ, കാറ്റ്, ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്ന, ഈ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കാലാകാലങ്ങളായിട്ട് മനുഷ്യർക്കിടയിൽ സങ്കല്പമുണ്ട്. അവരതിനെ പല പേരിട്ട് വിളിച്ചു പോന്നു. പലതരത്തിലുള്ള ആരാധനകൾ പല നാട്ടിൽ അവർ നടത്തിപ്പോന്നു. ആ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ ആരെയാണോ അതാണ് അള്ളാഹു എന്ന് മുഹമ്മദ് ക്ലെയിം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ആ അള്ളാഹുവിന്റെ ആളാണ് താൻ എന്നതിന് വല്ല പ്രൂഫുണ്ടോ? ഒരു പ്രൂഫില്ല. ഞാൻ ഷജീറിനോട് ചോദിക്കുന്നത്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് മുഹമ്മദിന് ബോധ്യപ്പെട്ട തെളിവുകൾ, മുഹമ്മദ് എങ്ങനെയാണത് ബോധ്യപ്പെട്ടത് എന്നും മുഹമ്മദ് എങ്ങനെയാണത് തൻ്റെ കൂടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയത് എന്നും എന്ത് തെളിവാണ് അള്ളാഹു എന്ന പ്രപഞ്ച സൃഷ്ടാവാണ് ഇതിന്റെ പിന്നിലെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഖുർആനിന്റെ
അത് അവതരിച്ച് കിട്ടിയ പ്രവാചകനായ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിനുള്ളത് എന്ത് തെളിവുള്ളത്? മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനാണ് എന്നതിന് മുഹമ്മദിന് എന്താ തെളിവുള്ളത്? മുഹമ്മദ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച തെളിവ് എന്താണ്? അതല്ലാത്ത കാലത്തോളം ഈ ക്ലെയിം പോയി. ഇനി മുഹമ്മദ് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവ്, മുഹമ്മദ് പഠിപ്പിച്ചു തന്ന പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ പരിശോധിക്കുക. പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞ അബദ്ധങ്ങളാണ് ശാസ്ത്രീയമായിട്ട് തന്നെ അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ട് തന്നെ മുഹമ്മദ് പറഞ്ഞ അള്ളാഹുവിന്റെ തെളിവില്ലായ്മ. 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പ്രപഞ്ചങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മുഹമ്മദ് പഠിപ്പിച്ച പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമികളും അതിനിടയിലുള്ളതും. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, പരന്ന ഭൂമി, പർവ്വതങ്ങളെ ആണിയാക്കിയ ഭൂമി, വിരിപ്പാക്കിയ ഭൂമി. ആകാശം എന്ന് പറയുമ്പോൾ തൂണില്ലാതെ ഉയർത്തു നിർത്തിയ ഒരു പന്തൽ, അതിനിടയിൽ അലങ്കാരമായി തൂക്കിയിട്ടിട്ടുള്ള, ഒന്നാം ആകാശത്തിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിട്ടിട്ടുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ കാണുന്ന എല്ലാ സൗരയൂഥങ്ങളും ഈ പറയുന്ന നമ്മൾ ഇപ്പൊ കാണുന്ന ദൃശ്യപ്രപഞ്ചമൊക്കെ ഒന്നാം ആകാശത്തിന്റെ പരിധിയിലാണ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ന്യായം ഇപ്പോൾ ആധുനികമായിട്ട് ചില ഖുർആൻ ശാസ്ത്ര വിദഗ്ധർ തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ആകാശത്തു നിന്നാണ് അള്ള മഴ വർഷിക്കുന്നത്. ഏതാകാശത്തുനിന്ന്? ആകാശത്തുനിന്ന് അള്ള മഴ വർഷിക്കുന്നു. നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്ത് നിൽക്കുന്നു. സൂര്യൻ ചെളിക്കുണ്ടിൽ പോയി അസ്തമിച്ച് അള്ളാഹുവിന്റെ അർശിന്റെ താഴെ വിശ്രമിക്കുന്നു രാത്രികാലങ്ങളിൽ. രാവിലെ ആകുമ്പോൾ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നു, അള്ളാഹ് ഞാൻ ഒന്ന് ഉദിച്ചോട്ടെ. അങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അള്ളാഹ് പറയാണ്, ഇല്ല, ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഭൂമി ഇത്രയേ ഉള്ളൂ കേട്ടോ, വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ഇസ്ലാമിൽ എന്ത് പ്രപഞ്ചം സുഹൃത്തുക്കളെ, എന്ത് പ്രപഞ്ചം? പ്രപഞ്ചം എന്നുള്ള വാക്ക് ഖുർആനിലുണ്ടോ? എവിടുന്ന് ഈ പ്രപഞ്ചം കൊണ്ടുവരുന്ന നിങ്ങള്? ഖലഖ സമാവാതി വൽ അർള്, പിന്നെ അതിന്റെ ഇടയിലുള്ളതും, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതും. ഇതാണ് ഖുർആനിലെ പ്രപഞ്ചം. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടക്ക, ഭൂമിയുടെ മുകളിൽ ഭൂമിക്ക് അലങ്കാരമായിട്ട് അള്ള സ്ഥാപിച്ച വിളക്കുകൾ, പിന്നെ ആവശ്യം വരുമ്പോൾ പിശാചിനെ പെറുക്കി എറിയാനുള്ള സൗകര്യത്തിന് വേണ്ടി തൂക്കിയിട്ടിട്ടുള്ളതാണ് ആകാശത്ത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ. മുഹമ്മദ് നബി പഠിപ്പിച്ചെന്ന പ്രപഞ്ച പ്രതിഭാസത്തിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞത്. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ശാസ്ത്ര വിദ്യാഭ്യാസമുള്ള ഏത് കുട്ടിക്കും മനസ്സിലാകും മുഹമ്മദ് പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവ് എന്തായിരുന്നു, ആരായിരുന്നു എന്ന്. മുഹമ്മദ് ഇങ്ങനെ ആകാശത്തേക്കും വട്ടം കറങ്ങിയപ്പോഴും കണ്ട കാഴ്ചകൾ, അതിനു മുമ്പുള്ള കെട്ടുകഥകളിലും അവിടെ ഉണ്ടായിരുന്ന നാടോടി കഥകളിലും കേട്ട് പഠിച്ച കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒരു വാക്കും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല, ഖുർആനിലും ഇല്ല. പ്രപഞ്ചങ്ങൾ, എന്ത് പ്രപഞ്ചം? പ്രപഞ്ചങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ആകാശം 7 ഭൂമി, ഭൂമി 7 തട്ടാണ്, ആകാശം 7 തട്ടാണ്. എന്ത് പ്രപഞ്ചം? ഖുർആനിൽ എവിടെ പ്രപഞ്ചം? ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. കാരണം ആ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ ആയിരുന്നുവെങ്കിൽ, അഥവാ ഏതെങ്കിലും കല്ലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, മോനെ നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള അറിവ് പ്രകാരം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്ര അറിവ് പ്രകാരം, അഥവാ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് പ്രകാരം ഈ പറയുന്ന പ്രപഞ്ചം ഉണ്ടായി വന്നതിന് ശേഷം ഉണ്ടായി വന്ന ഇത്തരത്തിലുള്ള കല്ല്, മണ്ണ്, മരങ്ങൾ, നക്ഷത്രങ്ങൾ, അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഒരു ദൈവം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അതിനെ ശാസ്ത്രീയമായി കൊണ്ട് തന്നെ നിഷേധിക്കാമായിരുന്നു. അല്ലെങ്കിൽ നിഷേധിക്കാം. ഇത്ര ഒന്നും റിസ്ക് എടുക്കണ്ട. നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത, ശാസ്ത്രീയമായി നിഷേധിക്കാൻ കഴിയാത്ത എന്തോ ഒരു സത്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സ്ഥാപിച്ചു എന്നാണോ പ്രിയ പിതാവ് പറഞ്ഞ് സമർത്ഥിക്കാൻ ഈ എക്സ് മുസ്ലിമായ മകനോട് ശ്രമിക്കുന്നത്? തെറ്റാണ്. ഈ പറയപ്പെടുന്ന ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ഈ പറയപ്പെടുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ പരിചയപ്പെടുത്തിയ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രപഞ്ച സൃഷ്ടാവും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും അതിന്റെ ഉൽപ്പത്തിയും അള്ളാഹു കുത്തിരിക്കുന്ന കസേരയും കാല് കയറ്റി വെക്കുന്ന കുർസും മതി. ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ കഥ കഴിയും. അതിന്റെ ചില അലാമത്തുകൾ മാത്രമാണ് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് വാപ്പ ആദ്യമേ കുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ആകെയുള്ള തെളിവ് എന്താണ്? സൂര്യൻ ദൈവമാണെന്ന് പറഞ്ഞില്ലല്ലോ, കല്ലും മണ്ണും ദൈവമാണെന്ന് പറഞ്ഞില്ലല്ലോ. പൊന്നാരന്റെ വാപ്പേ, ഒരാളും അതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവവിശ്വാസം എന്ന് പറയുന്ന ദൈവത്തിന് പ്രതിബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതും ഏകാഗ്രതയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നതുമല്ല. ആ പ്രതിഷ്ഠയല്ല ദൈവം. ഇവരൊക്കെ വിചാരിക്കുന്ന അദൃശ്യനായ, സർവവ്യാപിയായ, സർവശക്തനായ, ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാലാധിവർത്തിയായ ഒരു ദൈവം. ആ ദൈവം മുഹമ്മദും പരിചയപ്പെടുന്നതിന് മുമ്പേ നാട്ടുകാർക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്, അറിവുള്ളതാണ്. എന്നാൽ ആ ദൈവത്തിന്റെ തെളിവുകളായിട്ട് മുഹമ്മദ് പറഞ്ഞതൊക്കെ ഇന്ന് അക്ബർ സാഹിബ് മുട്ടിലഴിയാണ്, താക്കിർ നായിക്ക് മുട്ടിലഴിയാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത് അർഷാണ് എന്നാണ് പറയുന്നത്. എന്താ അർഷ്? നമ്മുടെ നാട്ടില് നബീന്റെ ഒളിയാണെന്നൊക്കെ പറയും, അത് വിട്ടാളി. അള്ളാഹിന്റെ അർഷാണ് അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത്. എന്തിനാ അർഷ്? കുത്തിരിക്കാനുള്ള സിംഹാസനം. അള്ളാഹു ആദ്യം സൃഷ്ടിച്ച അർഷ് അള്ളാഹ് എവിടെ വെച്ചറിയോ? വെള്ളത്തിന്റെ മുകളിൽ. എന്നാൽ അതിന്റെ മുകളിൽ അള്ളാഹ് കയറിയിരുന്നു. ഖുർആനിൽ ബിഗ് ബാങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉരുട്ടിപ്പറ്റി കൊണ്ടുവരുന്നവർ എന്താ പറയുന്നത് അറിയോ? ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന
ആകാശവും ഭൂമിയും ഒക്കെ ജലം ഒരു വിധാനമായിരുന്നു, അതിൽ നിന്ന് ആകാശത്തെ ഉയർത്തി ഭൂമിയെ പരത്തി എന്ന് പറയണില്ലേ? ഇതിന്റെ വേറൊരു സാധനം. ആദ്യം ഇതൊക്കെ വെള്ളത്തിലായിരുന്നു, ഇത് വെള്ളമായിരുന്നു. ഇസ്ലാമിലേക്ക് വരുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത് വരുമ്പോഴത്തേക്ക് അത് പുകയായി മാറും. ആദ്യമായി സൃഷ്ടിച്ച അർഷ് വെള്ളത്തിന്റെ മുകളിൽ കയറ്റി വെച്ച് അതിൽ കുത്തിയിരുന്ന അള്ളാഹ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹ്. പക്ഷേ ഈ പറയുന്ന മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനാണല്ലോ മോനെ. അഥവാ ഈ പ്രപഞ്ചത്തെ എന്നല്ല പറയുന്നത് ബഹുവചനമായിക്കൊണ്ട് പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ മുഹമ്മദ് നബി ഒരു ദൈവത്തെ, ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള സൃഷ്ടാവിനെ, പ്രപഞ്ചങ്ങൾക്ക് അതീതമായ, പ്രപഞ്ചങ്ങൾക്ക് അപ്പുറമുള്ള ഒരു മഹാശക്തിയെ സൃഷ്ടാവായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് നബിയെ കളവാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു അറിവ് തെറ്റാണെന്ന് പറയാൻ മോന്റെ കയ്യിൽ എന്ത് ശാസ്ത്ര അറിവാണുള്ളത്, എന്ത് യുക്തിപരമായ അറിവാണുള്ളത് എന്ന് നിങ്ങളുടെ ആ മകനോട് സ്നേഹത്തോടു കൂടി ഒന്ന് ചോദിക്കുക. നമ്മൾ പറയില്ലേ, ഈ ഉറുമ്പിനെ കൊല്ലാൻ ഒലക്ക വേണ്ട എന്ന് പറയില്ലേ, എന്നതുപോലെയാണ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിനെ നിരാകരിക്കാന് ഒരുപാട് ശാസ്ത്രീയമായ കണ്ടെത്തലുകളും സിദ്ധാന്തങ്ങളും ആവശ്യമില്ല. ആ പരിചയപ്പെടുത്തി തന്ന പ്രപഞ്ച സൃഷ്ടാവിനെ നേരാവണ്ണം ഒന്ന് ദേഹപരിശോധന നടത്തിയാൽ മതി. ആ ദൈവത്തിന് മുഹമ്മദ് നബി എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യൻ ഉണ്ടായിരുന്ന സകല വിവരക്കേടുകളും ആ ദൈവത്തിന്റെ മുകളിൽ പച്ചകുത്തിയിട്ടുണ്ടാവും. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, ആ കാലഘട്ടത്തിന്റെ പരിമിതികൾ എല്ലാം മുഹമ്മദ് നബി പറഞ്ഞെന്ന ദൈവത്തിലുണ്ടാവും. ഇന്ന് നമ്മളെ നാട്ടിലുള്ള മനുഷ്യർ ദൈവം എന്ന് വിചാരിക്കുമ്പോൾ, ദൈവം എന്ന് സങ്കല്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ക്വാളിറ്റികളൊന്നും ആ ദൈവത്തിന് കാണൂല. ദൈവത്തിന് ദേഷ്യം വരും. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദൈവത്തിന് ഓൽക്കൊക്കെ ആൺകുട്ടികളും എനിക്ക് പെൺകുട്ടികളും ദൈവം കെറുവിക്കും. ദൈവം യുദ്ധത്തിനിറങ്ങിയ ആളുകളുടെ തലവെട്ടാൻ കൂടും. ആര്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. ബദറിൽ ശത്രുക്കൾ, നിങ്ങൾ വെറുതെ മിന്നിന്നുള്ളൂ, തലയൊക്കെ വെട്ടിയിട്ടത് ഞാനാണ് എന്ന് പറയുന്ന ദൈവം. ശപിക്കുന്ന ദൈവം, പ്രാകുന്ന ദൈവം, തെറി വിളിക്കുന്ന ദൈവം. നിങ്ങൾ ഇസ്ലാമിലെ അള്ള പഠിപ്പിച്ച മീൻസ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ സംസ്കാരം ഖുർആനിലുണ്ടല്ലോ. മുഹമ്മദ് നബീനെ ആരെങ്കിലും തെറി വിളിച്ചാല് അല്ലെങ്കിൽ ചീത്ത വിളിച്ചാല് അതേ ചീത്ത തിരിച്ചു വിളിക്കുന്ന ദൈവം, അതാണ് ദൈവം. ആ ദൈവത്തിനെ പരിശോധിക്കാൻ ഇനി ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നടത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. ദൈവം എന്ന ഒരു സങ്കല്പത്തിന് തന്നെ അപമാനമാണ് ഖുർആനിലുള്ള അള്ളാഹു. നിങ്ങൾ ഇന്നോട് ദേഷ്യം തോന്നിട്ട് കാര്യമില്ല വാപ്പേ, സംഗതി അതാണ്. ഇസ്ലാമിലെ ദൈവം എന്തുകൊണ്ട് ദൈവം എന്ന ആ പദത്തിന് അർഹനാണ് എന്ന് നിങ്ങൾ പറഞ്ഞുതരി. എന്നിട്ട് ഈ മുഹമ്മദ് നബി പക്ഷം ഈ ദൈവം ഇങ്ങനെ ഒരു കിതാബ് കൊടുത്തയച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് തരൂ. ഈ മുഹമ്മദ് നബി പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി എന്ന് മുഹമ്മദ് നബി എങ്ങനെയാണ് കൺഫേം ചെയ്തത്? തെളിവ് തരൂ. ഖദീജ എങ്ങനെയാ തീരുമാനിച്ചത്? നാട്ടുകാർ എങ്ങനെയാ ഉറപ്പിച്ചത്? തെളിവ് വേണ്ടേ? അതുകൊണ്ട് ഇതിന് വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. നമ്മൾ പറയില്ലേ, ഈ അരി നന്നോന്നറിയാൻ അല്ലെങ്കിൽ വെന്തോന്നറിയാൻ കലം മൊത്തം പരിശോധിക്കണ്ട, ഇന്നൊരു വറ്റെടുത്ത് പരിശോധിച്ചാൽ മതി. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു അത്ഭുത ജീവിയാണ് അള്ളാഹ്. നിങ്ങൾക്കറിയോ, അള്ളാഹ്ക്ക് 2 വലത്തെ കൈയാണുള്ളത്. അള്ളാഹിന്റെ അർഷും കുർഷും, അതിന്റെ വലിപ്പം, അത് താങ്ങി നിൽക്കുന്ന മലക്കുകളുടെ വലിപ്പം, ഇതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ, വർണ്ണനകൾ, അള്ളാഹുവിന്റെ ആകാര വടിവ്, ഇതൊക്കെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് ഇതാണ് അള്ളാഹ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇത്ര വലിപ്പമുള്ള ആളാണ്, ആ വലിപ്പം പിന്നെ അത് അർഷ് ഇത്ര വലിപ്പമുള്ളതാണ്, അത് താങ്ങുന്ന മലക്കുകളുടെ വലിപ്പം ഇന്നതാണ്, ഈ അള്ളാഹ്ക്ക് 2 വലത്തെ കൈയാണുള്ളത് എന്നൊക്കെ എഴുതിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ധൈര്യം ഉണ്ടോ? 6-ാം നൂറ്റാണ്ടിൽ അതൊക്കെ മതി, അവർ വിശ്വസിച്ചോളൂ. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹ് പൈസക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ മദീനയിലുള്ള അൻസാരികളോട് പൈസ കടം ചോദിച്ച അള്ളയാണ്. അതിലും വലിയ ഗതികേട് പിടിച്ച വല്ല ദൈവം ഉണ്ടാവും? പറയും. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കി ഇതൊക്കെ നിങ്ങൾക്ക് ഇരട്ടിയാക്കി അള്ള പിന്നെ തരും എന്ന് പറഞ്ഞ അള്ളയാണ് അള്ളാഹ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദൈവം. ഇത്രയും ഗതികെട്ട ഒരു ദൈവം, ജയസൂര്യയുടെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇത്രയും ഗതികെട്ട ഒരു ദൈവം, യഥാർത്ഥത്തിൽ ഒരു ദൈവം എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഇസ്ലാമിന്റെ ദൈവത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല വാപ്പേ, ഇതാണ് അവസ്ഥ. നിങ്ങൾ നിങ്ങളുടെ മകനോട് ചോദിക്കുമ്പോൾ ആ മകൻ എന്ത് മറുപടി നൽകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ മകനോട് പറഞ്ഞു നൽകുക, മകനെ ഏതൊരു അറിവ് ആര് നമുക്ക് പറഞ്ഞു തന്നാലും ആ അറിവിനെ നിരാകരിക്കാൻ കൃത്യമായ ഒരു അറിവ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കൃത്യമായ ഒരു കാരണം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കൃത്യമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരിക്കണം ആര് എന്ത് നമ്മളോട് പറഞ്ഞു തന്നാൽ പോലും അതിനെ നിരാകരിക്കേണ്ടത്. എന്താ കഥ? ഇങ്ങനെയാണോ പാപ്പ ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക? നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം സ്ഥാപിക്കാൻ തക്കതായ തെളിവ് നമ്മളെ കയ്യിൽ വേണം എന്നല്ലേ പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോ ഷജീറിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഒരു ആർഗ്യുമെന്റ് വെക്കാണ്, എന്നിട്ട് ഷജീർ അത് നിരാകരിക്കുന്നതിന് മുൻപ് അത് മൊത്തം അന്വേഷിക്കുക അല്ലേ? ഞാൻ ഇപ്പൊ ഷജീറിനോട് വന്നിട്ട് പറയാണ്, ഇവിടുന്ന് അമേരിക്കയിലേക്ക് കാൽനടയായിട്ട് പോകുന്നതിനിടയിൽ 13,76,432 തെങ്ങിൻ തൈകളാണ് ഇടത്തും വലത്തുമായിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാല് ഷജീർ അത് വിശ്വസിക്കും. ഏതുവരെ? ഷജീർ കാൽനടയായി ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലൂടെ അമേരിക്ക വരെ കാൽനടയായി പോയി ഇടത്തും വലത്തുള്ള തെങ്ങിൻ തൈകൾ എണ്ണി അതങ്ങനെയല്ല എന്ന് ഉറപ്പാക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നത് വരെ. അതല്ലാതെ ഞാൻ തെളിവൊന്നും തരണ്ട. ഞാൻ ഇങ്ങനെ ഒരു കൗണ്ട് അങ്ങ് പറയുമ്പോൾ ഷജീർ അത് നിരാകരിക്കൂല. കാരണം എന്താ വെച്ചാൽ ഷജീറിനകത്ത് തെളിവില്ല അത് നിരാകരിക്കാൻ.
അതേപോലെ ഇപ്പോൾ ഷജീറിന്റെ അടുത്ത് ചെന്നിട്ട് നാളെ ഒരാൾ പറയാണ്, ഞാൻ പിന്നെ ഇങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എന്ന് വരുന്ന ഒരാളാണ്, മനസ്സിലായി, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീടൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോണം, ഈ വീട് എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് എനിക്ക് പതിച്ചു തന്നിരിക്കുന്നു എന്നൊരാൾ ഷജീറിനോട് വന്ന് പറഞ്ഞാൽ ഷജീർ പിന്നെ ഒന്നും ആലോചിക്കില്ല, വേഗം അവിടുന്ന് കുടുക്കിയും പാട്ടിയൊക്കെ എടുത്ത് ഇറങ്ങും. ഏതുവരെ ഇദ്ദേഹം ഇങ്ങനെ ഈ പറഞ്ഞ ക്ലെയിം ശരിയല്ല എന്ന് ഷജീർ സ്വന്തം നിലക്ക് പോയി അന്വേഷിച്ച് അറിവൊക്കെ സമ്പാദിച്ച് ഇയാൾ ആരാണെന്നും കേന്ദ്ര സർക്കാർ അങ്ങനെ ഉത്തരവിറക്കിയിട്ടുണ്ടോന്നും ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഷജീർ നിലപാട് പറയുള്ളൂ. അല്ലാതെ ഇതും പറഞ്ഞു വരുന്ന ആളോട് ഷജീർ ചോദിക്കൂല, എവിടെ തെളിവ്, എവിടെ രേഖ, ഒന്നും ചോദിക്കൂല, ID കാർഡ് പോലും ചോദിക്കൂല. അങ്ങനെയാണോ ഷജീറെ? നമ്മളൊരു വാദമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു ജനത ജീവിക്കുന്ന നാട്ടിലേക്ക് ഒരു ജനതയുടെ പിന്നെ ദൈവസങ്കല്പങ്ങളോ ആരാധനാലയങ്ങളോ സംസ്കാരങ്ങളോ ആരാധന രീതികളൊക്കെ ഉള്ളിടത്തേക്ക് ഒരാൾ ഇറങ്ങി വന്നിട്ട് പറയാണ്, ഇങ്ങോട്ടോക്കി നിങ്ങൾ ആരാധിക്കുന്നൊന്നല്ല യഥാർത്ഥ ദൈവം, യഥാർത്ഥ ദൈവം ഞാൻ പറഞ്ഞ ദൈവമാണ്, ആ ദൈവം എന്നെ നിങ്ങളടുത്തേക്ക് ഇത് പറയാൻ പറഞ്ഞയച്ചതാണ് എന്ന് പറയാം. അപ്പൊ എല്ലാവരും അവരവരുടെ ആരാധനാ ദൈവങ്ങളോ ആരാധന മൂർത്തിയെല്ലാം വിട്ടിട്ട് ആ ശരി നിങ്ങൾ പറയണത് തന്നെ ശരി. കാരണം ശാസ്ത്രീയമായിട്ട് അറബികളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ മുഹമ്മദ് ദൈവം, പിന്നെ മുഹമ്മദ് പറയുന്നതല്ല ദൈവം എന്ന് പറയാൻ. അതല്ലാതെ മുഹമ്മദിനൊരു ബാധ്യതയില്ല, എന്ത് ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണെന്നും ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും മുഹമ്മദിനില്ല. മുഹമ്മദ് വന്നാണ് പറയും, അതാണ് വിശ്വസിക്കുക. വിശ്വസിക്കാത്തവനൊക്കെ സത്യനിഷേധി, കാഫിർ. നല്ല യുക്തി. നിങ്ങൾ വാപ്പാക്ക് മനസ്സിലാവണ പോലത്തെ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ചിലപ്പോൾ ഇനി ഇതിൽ വല്ല അബദ്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാളി. ഇപ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുന്നത് 23 വർഷങ്ങൾ കൊണ്ട് വലിയ ഒരു വിപ്ലവം സാധിപ്പിച്ചെടുത്ത ഒരു മഹാപ്രവാചകനാണ്. നാസ്തികർ പോലും മുഹമ്മദ് നബിയെ പറ്റി പറയുന്നത്, അദ്ദേഹം ഈ പറയുന്ന ദൈവത്തെ പറ്റി പറയുന്നതൊക്കെ കളവായിരിക്കും, പക്ഷെ അദ്ദേഹം ഒരു മഹാസംഭവമാണ് എന്ന് തന്നെയാണ് നമ്മൾ നാസ്തികരുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പറയുന്നത്. കാരണം തീർച്ചയായിട്ടും മുഹമ്മദ് നബി ഒരു സംഭവമായിരുന്നാൽ സംശയമില്ല. അത് ഈ പറയുന്നത് പോലത്തെ ദൈവികമോ ആത്മീയമോ ആയിട്ടുള്ള ഒരു സംഭവമല്ല. മുഹമ്മദ് നബി നല്ല ബുദ്ധികൂർമ്മതയുള്ള, നല്ല മനക്കട്ടിയുള്ള, തൊലിക്കട്ടിയുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, ഒരു നേതാവായിരുന്നു, ഒരു ഗോത്രത്തലവനായിരുന്നു, ഒരു കൊള്ളത്തലവനായിരുന്നു, ഒരു രാഷ്ട്ര തലവനായിരുന്നു, സൈന്യാധിപനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. ഒരു സംശയമില്ല കാര്യം. ആർക്കാ സംശയം? ഇത് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിൽ അങ്ങനെ പ്രാഗൽഭ്യം തെളിയിച്ച ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിൽ പക്ഷെ മുഹമ്മദിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച ദൈവസങ്കല്പത്തിന് ആ അധികാരം പിന്നീട് കൈമാറി വന്ന ആളുകൾ, ഭരണാധികാരികൾ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവന്മാർ, അവർ തങ്ങളുടെ പ്രജകൾക്കിടയിൽ ചെറിയ പ്രായം തൊട്ടുള്ള കുട്ടികളെ കുത്തി നിറച്ച് ഈ വിശ്വാസത്തിന് അടിമപ്പെടുത്തി അവരുടെ ഈ വിശ്വാസവും അവരുടെ ഈ അധികാരവും നിലനിർത്താൻ വേണ്ടി മുഹമ്മദ് തുടങ്ങി വെച്ച ഒരു പ്രക്രിയ അവർ തുടർന്നു പോരുന്നു എന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് അല്ലാഹ്. അല്ലാതെ ഒരു തെളിവിന്റെ പിൻബലത്തിലോ അതിന്റെ എന്താ പറയുക എന്തിനോടും കടപിടിക്കാവുന്ന ഒരു ദൈവികമായ ആത്മീയമായ ഒരു ചൈതന്യത്തിലൊന്നുമല്ല ഇസ്ലാം നിലനിൽക്കുന്നത്. ഇസ്ലാമിലെ ദൈവത്തിന് അതിനുള്ള കൽപ്പില്ല. അപ്പൊ മുഹമ്മദ് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു തിരിമറി എന്താണെന്ന് വെച്ചാൽ, നാസ്തികർ പോലും അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്തവർ പോലും മുഹമ്മദ് ഭയങ്കര ഒരു സംഭവമായിരുന്നു എന്ന് പറയും. ശരിയാണ്. പക്ഷെ അതിനവർ കാരണം പറയുന്നത് എന്താണ് എന്ന് ഇദ്ദേഹം വിശദീകരിക്കും. നോക്കൂ, അങ്ങനെ ഒരു ചിന്ത പോലും ആരും പങ്കുവച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ഒരു നിരക്ഷകനായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥത്തെ രൂപപ്പെടുത്താൻ സാധിച്ചു? അല്ലെങ്കിൽ ഇത്ര 23 വർഷങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ ഇത്രമാത്രം ഉടച്ചു വാർക്കാൻ സാധിച്ചു? അതൊക്കെ സാധിച്ചത് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് പല നാസ്തികരും പറയാറുണ്ട്. ഒരു നാസ്തികൻ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതുപോലത്തെ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥം? മുഹമ്മദ് കണ്ടിട്ട് പോലും ഇല്ലാത്ത, കേട്ടിട്ട് പോലും ഇല്ലാത്ത, ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഗ്രന്ഥം. ഇങ്ങനെ ഒരു ഗ്രന്ഥം മുഹമ്മദ് ആലോചിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് അള്ളാഹു പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ കാര്യങ്ങൾ നിയമമായിട്ട് മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിന്റെ സൗകര്യത്തിന് മുഹമ്മദ് സങ്കല്പിച്ച ദൈവത്തിന്റെ വാക്കായതുകൊണ്ട് നാട്ടുകാർക്ക് അനുസരിക്കല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എഴുതി വല്ല പല്ലിലോ പലകയിലോ എള്ളിലോ ഒക്കെ എഴുതി വെച്ച വചനങ്ങൾ. അതല്ലാതെ എന്ത് ഗ്രന്ഥം? അങ്ങനെ ഒരു ഗ്രന്ഥം, അതിനേക്കാളും വലിയ ഗ്രന്ഥങ്ങൾ അപ്പുറം ഇപ്പുറയൊക്കെ ഉണ്ടല്ലോ. ഏത് ഗ്രന്ഥത്തിനപ്പോൾ കുറവുള്ളത്? ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളുടെയൊക്കെ ആഴവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു എന്താ പറയുക ദൈവികമായ ഒരു വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ ആശയത്തിൻ്റെ വ്യാപ്തിയും ഒക്കെ വെച്ച് നോക്കിയാൽ ഖുർആൻ എന്ത് ഗ്രന്ഥം എന്നാണ് ഈ പറയുന്നത്. എന്ത് അത്ഭുത ഗ്രന്ഥം അത്. അബൂബക്കറും ഉമറും കൂടി ഒരു ചങ്ങാതിനെ ഭീഷണിപ്പെടുത്തി എഴുതി കൂട്ടിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം. ഇതിലെ ഖുർആൻ എന്താണ് ഷജീർ ഭായ്? അപ്പൊ അതുകൊണ്ട് ഖുർആന് നിരക്ഷരനായ ഒരു മുഹമ്മദ് എങ്ങനെ ഇങ്ങനെ ഗ്രന്ഥം ഉണ്ടാക്കിയെന്ന് ആരും അത്ഭുതപ്പെടുന്നു ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം അത്ഭുതപ്പെടാമല്ലാതെ അതിനകത്ത് അത്ഭുതത്തിനൊരു വകയുമില്ല. എഴുത്തും വായന അറിയാത്ത ആളുടെ പേരിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതിലും വലിയ അത്ഭുതമൊന്നും. പിന്നെ 23 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് മുഹമ്മദ് അവിടുത്തെ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉടച്ചു വാർത്തത് എന്ന് നിങ്ങളെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഒരു ദൈവികതയുടെയും സഹായമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം. അവിടെ സഹായം ഉണ്ടായിരുന്നത് ഭയത്തിൻ്റെതാണ്. മുഹമ്മദിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന തരത്തിൽ മുഹമ്മദിന്റെ ക്രൂരതകൾ അന്നാട്ടിൽ പ്രചരിച്ചു. ആളുകൾ ഭയപ്പെട്ടു, കീഴ്പ്പെട്ടു. ഇങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായത്. അതിൽ എന്തത്ര അത്ഭുതിക്കാനുള്ള എന്താ? എന്ത് കണ്ടിട്ടാണ് അത്ഭുതിക്കുന്നത്? അബൂ സുഫിയാന്റെ ഇസ്ലാം ആശ്ലേഷണം മാത്രം തെളിവായിട്ട് എടുത്താൽ മതി.
നിങ്ങൾ ദൂരത്തേക്കൊന്നും പോണ്ട. എങ്ങനെയാണ് 23 കൊല്ലം കൊണ്ട് അവിടെ മാറ്റിമറിച്ചത്, എന്തിനെത്ര കഷ്ടപ്പെടുന്ന, അബൂ സുഫിയാൻ എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചത് മാത്രം വായിച്ചാൽ മതി, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. എന്റെ ബലമായ സംശയം നമ്മൾ ഈ ചർച്ച തീരുമ്പത്തിന് വാപ്പാന്റെ ഈമാൻ പോകും എന്നാണ്. അദ്ദേഹം നമ്മളോട് ഈ ലോകത്തോട് പറഞ്ഞു തന്ന ഒരു അറിവ്, സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവ്, ആ അറിവിനെ നിരാകരിക്കാൻ മകനെ നമ്മുടെ കയ്യിൽ കൃത്യമായ ഒരു കാരണം ഉണ്ടാകണ്ടേ? കൃത്യമായൊരു ശാസ്ത്രീയമായ ഒരു കാരണം, യുക്തിപരമായ ഒരു കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടാകണ്ടേ? തീർച്ചയായും മോന ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഈ പറയുന്ന മുഹമ്മദ് നബി പറഞ്ഞു തരുന്ന സൃഷ്ടാവിന്റെ സിഫത്തുകൾ, ഗുണഗണങ്ങൾ, പടച്ചോന്റെ കോണം എന്നല്ലേ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതിന്റെ മുമ്പ് നമുക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനത്തിലെത്താം എന്നാണ്. നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ, നമുക്ക് അനുഭവവേദ്യമായ ഇസ്ലാമിന്റെ കൊണം, അത് നമുക്കിപ്പോ ചർച്ച ചെയ്യണ്ട എന്നാണ് വാപ്പ പറയണത്. പൊന്നാരന്റെ വാപ്പേ, അഥവാ ഒരു യഹൂദിന് വേണ്ടി സംസാരിക്കുന്ന ആ ഒരു മഹാസൃഷ്ടാവ്, അല്ലെങ്കിൽ ഒരു കണ്ണുപൊട്ടന് വേണ്ടി സംസാരിക്കുന്ന ഒരു മഹാസൃഷ്ടാവ്, അല്ലെങ്കിൽ ഒരു മാല നഷ്ടപ്പെട്ടതിന്റെ വിഷയത്തിൽ പോലും ഇടപെടുന്ന ഒരു മഹാസൃഷ്ടാവ്, ഇതൊക്കെ മോൻ പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സൃഷ്ടാവിന്റെ സിഫത്തുകളാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതല്ലല്ലോ മോൻ നേരത്തെ പറഞ്ഞത്. അവിശ്വാസികളെ കൊല്ലണം എന്ന് പഠിപ്പിച്ചവർ, അവിശ്വാസികളെ നജസ് എന്ന് പഠിപ്പിച്ചവർ, അവര് ജന്തുക്കളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് പറഞ്ഞവൻ, ബാസ്റ്റഡ് എന്ന് തെറി വിളിച്ച പടച്ചോൻ, പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറവാണ് എന്ന് പറഞ്ഞ പടച്ചോൻ, അത്തരം പടച്ചോനെ കുറിച്ചാണ് മോൻ പാപ്പാനെ നേരത്തെ ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഇവിടെ കാരുണ്യവും നീതിയും നടപ്പിലാക്കാൻ വേണ്ടി അന്ധനായ, ജൂതനായ, അങ്ങനെ കഴിവ് ഇല്ലാതെ പോയ നിരാശ്രയനായ ആളുകൾക്ക് വേണ്ടി ആയത്തിറക്കിയ പടച്ചോൻ ആ സിഫത്തല്ല. മനുഷ്യരെ പിശാചിനെ വിട്ട് പിഴപ്പിച്ചിട്ട് താൻ പിഴപ്പിച്ച തന്റെ ജനതയെ, തന്റെ അടിമയെ തെറി വിളിക്കുന്ന പടച്ചോൻ, ഇതാണ് അള്ളാന്റെ സിഫത്ത്. ആ സിഫത്ത് നമുക്ക് ആദ്യം ചർച്ച ചെയ്താൽ തന്നെ തീരുമാനാവൂലേ? പ്രപഞ്ച ഉൽപ്പത്തിയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പുമായിട്ട് ഈ ഖുർആനിലുള്ള അള്ളാഹ്ക്ക് വല്ല ബന്ധമുണ്ടോ? പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വെറുതെ സങ്കല്പിച്ചാൽ, അത്രയും കഴിവുള്ള, അത്രയും ശക്തനായ ഒരു ദൈവത്തിന്റെ ആ സൃഷ്ടിപ്പിന്റെ ഇടയിൽ നമ്മളിങ്ങനെ പറയില്ലേ, ഇങ്ങനെ തെറിച്ചു പോയ ഒരു 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 കഷണം ആവാനുള്ള യോഗ്യത പോലും ഖുർആനിൽ അള്ളാഹുവിനില്ല. പാപ്പാക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതല്ല ഖുർആനിൽ അള്ളാഹു, അത് മുഹമ്മദ് പറഞ്ഞു തന്നിട്ടുണ്ട്, ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. വെറുതെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട, അതാണ് എനിക്ക് പറയുന്നത്. അപ്പൊ ആദ്യം ചോദിച്ച ഈ ഒരു ചോദ്യമുണ്ടല്ലോ, ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വം, ആ മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വം, ഒരു എക്സിസ്റ്റൻസ്, അതിനെ നിരാകരിക്കാൻ മാത്രം മോന്റെ കയ്യിൽ എന്തറിവാണുള്ളത് എന്ന് ആദ്യം ഉപ്പാക്കൊന്ന് അറിയണം. അതിനുശേഷം നമുക്ക് മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്ന സൃഷ്ടാവിന്റെ സിഫത്തുകളെ പറ്റി, ഗുണഗണങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം മോനെ എന്ന് നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയണം. പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം എന്നതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ശക്തി, അതിന്റെ അസ്തിത്വം ഒക്കെ നിങ്ങൾ ഖുർആനിൽ പോയി തെരഞ്ഞാൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ആ ത്വര പോലും പോയി കിട്ടും. ഇപ്പൊ വിശ്വാസമുണ്ട്, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നയാള് ആ പ്രപഞ്ച സൃഷ്ടാവാണ് എന്ന് വിചാരിച്ചിട്ട് ഖുർആനിലെ അള്ളാഹുവിനെ പരിശോധിച്ചാൽ നിങ്ങൾക്കുള്ള ദൈവവിശ്വാസം കൂടി പോയി കിട്ടും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഖുർആനിൽ ഇറങ്ങി പ്രപഞ്ച സൃഷ്ടാവിനെ തപ്പരുത്. അതേസമയത്ത് ഇസ്ലാം മനുഷ്യർക്ക് ബോധ്യമാകുന്ന ഭൗതികമായ കാര്യങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള നിയമം, ഈ പറയപ്പെടുന്ന അള്ളാന്റെ നിയമം, അത് മനുഷ്യർക്ക് എത്രമേൽ ഗുണകരമാണ്, അത് മനുഷ്യനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു, അതിലെന്ത് മാനവികതയാണുള്ളത്, അതിലെന്ത് നന്മയാണുള്ളത്, ധാർമ്മികതയാണുള്ളത്, അതിലെന്ത് നീതിയാണുള്ളത്, ഇത് നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ, കമ്പയർ ചെയ്യാവുന്ന കാര്യമല്ലേ. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ പറയണ്ട. നമുക്ക് ആദ്യം ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കാം. ഇനി ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിച്ചിട്ട് ഇതിലൊരു ദൈവം ഉണ്ട് എന്ന് വെച്ചാലും ആ ദൈവം ഈ ദൈവമാണെന്ന് വരണ്ടേ? അതിന് നിങ്ങളത്ത് വല്ല പഴമോ കുലയോ ഉണ്ടോ വാപ്പേ എന്നൊരു മകൻ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും നമ്മൾ? ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മകനോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള ഇത്തരത്തിലുള്ള എക്സ് മുസ്ലിമിനോട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പറാണ്, ഞാൻ താഴെ കൊടുക്കാം. കഴിയുന്നവർ അത് ആ വാട്സപ്പിലേക്കൊന്നും മെസ്സേജ് ചെയ്യണം. ഞങ്ങൾക്ക് ലഭിച്ചത് ഇത്തരത്തിലുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പൊ എൻ്റെ കയ്യിൽ പുള്ളിയുടെ നമ്പർ ഉണ്ട്. ഞാൻ എന്തായാലും പുള്ളിക്ക് മറുപടി അയച്ചു കൊടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോ ലിങ്കുള്ള ആളുകൾ ആരെങ്കിലും ഇദ്ദേഹത്തിന് ഈ മറുപടി, ഇങ്ങനെയാണ് ഒരു മതം വിട്ട എക്സ് മുസ്ലിം പറയുന്നത്, എന്താണ് ഇപ്പോൾ നമ്മൾ ഇതിന് മറുപടി പറയാ വാപ്പേ എന്ന് പാപ്പാനോടൊന്ന് ചോദിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചോദിച്ചാലും എന്താണ് മറുപടി കിട്ടുക എന്നുള്ള വലിയ ഉറപ്പൊന്നുമില്ല. എങ്ങാനും ആൾക്ക് ഒരു വിശ്വാസം തിരിച്ചു കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഷജീർ പുളിക്കൽ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഷജീർ ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു പ്ലോട്ടിനകത്ത് നിൽക്കാനുള്ള ശ്രമം നടത്തിയത് കൊണ്ടാണ് ഇടയ്ക്ക് ഈ വാപ്പാ മകൻ എന്നുള്ള രീതിയിൽ ഈ ഡയലോഗ് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയായിട്ടൊന്നും ഷജീർ എടുക്കേണ്ടതില്ല. കാര്യങ്ങൾ മനസ്സിലാവാനും ആളുകൾക്ക് രസകരമായിട്ട് ഇരുന്ന് കേട്ടിരിക്കാനും വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സ്പിരിറ്റിൽ എടുക്കും എന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയാവുന്ന ഷജീർ അങ്ങനെ എടുക്കും. ഷജീറിന് ഇതിനോട് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷജീർ മറുപടിയായിട്ട് വരണം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിന്റെ ബാക്കി സംസാരിക്കാം.